നമസ്കാരം. വി ഡി സതീശന്റെ രാഷ്ട്രീയ വനവാസം കാണാൻ കാത്തിരുന്നവരിൽ ഒരാൾ കൂടി വനവാസത്തിന് പോകാനുള്ള കെട്ട് മുറുക്കിക്കഴിഞ്ഞു. സതീശനെ രാഷ്ട്രീയത്തിൽ നിന്നും പടിയിറക്കിയിട്ട് കേരള രാഷ്ട്രീയത്തിൽ മുടിച്ചൂടാൻ മന്നന്മാരായി വാഴാൻ ആഗ്രഹിച്ചവരൊക്കെ കേരളത്തിലെ ജനങ്ങൾ ഭരണത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കി. എന്നിട്ടും തങ്ങൾക്ക് പറ്റിയ തെറ്റെന്താണ് എന്ന് ചിന്തിക്കാനോ അതിനുവേണ്ട പരിഹാരം കാണാനോ ഇപ്പോഴും ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. പിണറായി വിജയനെ ഇപ്പോഴും വിഗ്രഹമില്ലാത്ത ദൈവമായി ആരാധിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പാടെ മറന്ന സഖാക്കളോട് ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷേ കഴിഞ്ഞ മന്ത്രിസഭയിലെ മികച്ച മന്ത്രിമാർ എന്ന് ഇടതുപക്ഷം തന്നെ ഉയർത്തി കാണിച്ച എണ്ണം പറഞ്ഞവരിൽ ഒരാളായ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്ക് തന്നെ ഒടുവിൽ സഖാക്കൾ പണി കൊടുക്കുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. ഒടുവിൽ ശിവൻകുട്ടി സഖാവിന്റെ കസേരയുടെ കാൽ ഊരിയെടുത്തിരിക്കുകയാണ് ഇടത് നേതാക്കൾ എല്ലാം കൂടി. കരഞ്ഞും പറഞ്ഞും ശിവൻകുട്ടി പരാതിയുമായി തലങ്ങും വിലങ്ങും ഓടുന്ന അവസ്ഥയിലെത്തി കാര്യം. കനത്ത തിരഞ്ഞെടുപ്പ് പരാജയത്തിനു പിന്നാലെ ജില്ലയിൽ CPM നേതൃത്വത്തിൽ മറനീക്കി വിഭാഗീയത പുറത്തു വന്നു തുടങ്ങി. ജില്ലാ സെക്രട്ടറി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ചേരിതിരിവാണ് ഇപ്പോൾ പരസ്യമായി പ്രകടമാകുന്നത്. മുൻ മന്ത്രിയും തലസ്ഥാനത്തെ മുതിർന്ന നേതാവുമായ വി ശിവൻകുട്ടി സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ പരാതിയുമായി എത്തും വരെയായി കാര്യങ്ങൾ. CPM കോവളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ തന്നെ ക്ഷണിക്കാത്തതിലാണ് വി ശിവൻകുട്ടി കടുത്ത അതൃപ്തിയുമായി രംഗത്തെത്തിയത്. വിഴിഞ്ഞം തുറമുഖ വിഷയത്തിൽ നടന്ന പ്രതിരോധ സംഗമം ഉദ്ഘാടനം ചെയ്തത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനായിരുന്നു. ജില്ലാ സെക്രട്ടറി വി ജോയി MLA, കേന്ദ്ര കമ്മിറ്റി അംഗം പുത്തലത്ത് ദിനേശൻ, ആനാവൂർ നാഗപ്പൻ, TN സീമ തുടങ്ങിയ നേതാക്കളെല്ലാം ക്ഷണിക്കപ്പെട്ടിരുന്നു. എന്നാൽ കോവളം ഏരിയ കമ്മിറ്റി ശിവൻകുട്ടിയെ ഇക്കാര്യം അറിയിച്ചില്ല. MV ഗോവിന്ദനെ ഫോണിൽ വിളിച്ച് ശിവൻകുട്ടി പരാതിയും അറിയിച്ചു. പരാതി ഉണ്ടെങ്കിൽ പരിപാടി മാറ്റിവെക്കാമെന്നായിരുന്നു MV ഗോവിന്ദന്റെ മറുപടി. കടുത്ത അതൃപ്തിയാണ് ഇക്കാര്യത്തിൽ ശിവൻകുട്ടി പ്രകടിപ്പിച്ചത്. ജില്ലാ സെക്രട്ടറി തിരഞ്ഞെടുപ്പിലും ശിവൻകുട്ടി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ എതിർപ്പ് അവഗണിച്ചായിരുന്നു വി ജോയിയെ വീണ്ടും ജില്ലാ സെക്രട്ടറിയാക്കിയത്. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗീകരിക്കുകയായിരുന്നു. ആ യോഗത്തിൽ നിന്ന് ശിവൻകുട്ടി വിട്ടുനിൽക്കുകയും ചെയ്തു. ഇതിനിടെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അവിശ്വാസ പ്രമേയ വിഷയത്തിൽ ജില്ലാ സെക്രട്ടറിയും ശിവൻകുട്ടിയും ഭിന്നാഭിപ്രായങ്ങളുമായി രംഗത്തെത്തിയത്. BJP ഭരണസമിതിയെ എതിർക്കാൻ കോൺഗ്രസിന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്താങ്ങുന്നതിൽ തെറ്റില്ല എന്നായിരുന്നു ശിവൻകുട്ടി പറഞ്ഞത്. ഇതിനു പിന്നാലെ അത്തരമൊരു നിലപാടോ തീരുമാനോ പാർട്ടിക്ക് ഇല്ല എന്നും സംസ്ഥാന നേതൃത്വമാണ് തീരുമാനിക്കേണ്ടതെന്നും ജില്ലാ സെക്രട്ടറി വി ജോയി വ്യക്തമാക്കി. ഇത്തരം ഭിന്നിപ്പ് തുടരുന്നതിനിടെയാണ് വിഴിഞ്ഞം പ്രതിരോധ സംഗമത്തിൽ നിന്നും ശിവൻകുട്ടി ഒഴിവാക്കപ്പെട്ടത്. തിരഞ്ഞെടുപ്പിന് പിന്നാലെ ജില്ലയിലെ ഏരിയ കമ്മിറ്റികളെല്ലാം സംസ്ഥാന നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. പിന്നാലെയാണ് ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുയർന്നത്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോയ വി ജോയിക്ക് പകരം MA റഹീമിന് ജില്ലാ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകിയിരുന്നു. വി ജോയിയെ തിരികെ സെക്രട്ടറിയാക്കുന്നതിലാണ് ഒരു വിഭാഗം എതിർപ്പ് പ്രകടിപ്പിച്ചത്. എന്നാൽ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണയോടെ വി ജോയി വീണ്ടും അതേ സ്ഥാനത്ത് തന്നെ എത്തുകയായിരുന്നു. അധ്വാനിക്കുന്നവന്റെയും കഷ്ടപ്പെടുന്നവന്റെയും തൊഴിലാളി വർഗത്തിന്റെയും പാർട്ടി എന്ന് സ്വയം പ്രഖ്യാപിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് കൂടെ നിൽക്കുന്നവന്റെ പരാതികൾക്കും ആവലാതികൾക്കും പോലും ചെവി കൊടുക്കാൻ കഴിയാത്ത തരത്തിൽ മാറിപ്പോയതിന്റെ ഫലമാണ് കേരള ജനത തിരഞ്ഞെടുപ്പിൽ കൃത്യമായി അവർക്ക് കൊടുത്തത്. എന്നിട്ടും അതുകൊണ്ടും പാഠം പഠിക്കാതെ മുന്നോട്ട് പോകാനാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തീരുമാനമെങ്കിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അന്യം നിന്നതായി കണക്കാക്കുകയല്ലാതെ വേറെ നിവർത്തിയില്ല എന്ന് പറയേണ്ടി വരും.